കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. സത്യം പറ കുഞ്ഞിരാമ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? അല്ല, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മറ ചേച്ചേന്. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. തെണ്ടി, ഇതാണോടാ സംസ്കാരം? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. കണ്ണടച്ച് കിടക്കുന്നത് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറ്റില്ല. അത് ഫയറാ, ഫയർ. എന്നെ നോയിച്ചുണ്ടല്ലോ. ഇതിനേക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചേ. അയ്യോ അയ്യോ, ഒന്നും ഇല്ലടോ. ഇടങ്ങിയ നല്ലോണം, ഇടങ്ങിയ മഹാപെട്ട നാരായണി. ഈ സമയത്ത് ഇങ്ങനെ ശോഭിക്കരുത്. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ഏത് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഊതിയിട്ട് അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ചരിത്രം ഞങ്ങളുടെ ഫാമിലിക്കില്ല. അത് നീ പറഞ്ഞതുകൊണ്ട്. നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി. ആരാണ് സുധി? എന്താ അമ്മായി ഇത്? അമ്മായി അകത്തോട്ട് പോയേ. ടീച്ചർ ഒരു കാര്യം ഞാൻ പറയാം, മരിച്ചുപോയ മനുഷ്യനെ ബോറാവുന്നുണ്ട്. നിർത്തോ. എന്നെ നീ എന്ന് നീ 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 വിളിക്കണോ? ഒന്നും കൂടെ നീ ഒന്ന്. നീ താനാണോ പറഞ്ഞ? എന്തിനാണോ എന്നെ പോലുള്ള പെണ്ണുങ്ങളെ നമുക്ക് നാണം കൊണ്ടോടെ? തനിക്ക് നാണം കെട്ടാനേ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.